സ്വതന്ത്ര ഇന്ത്യ അതിന്റെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ വർഷമായിരുന്നു 1974. ബംഗ്ലാദേശ് യുദ്ധം, തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആഗോള എണ്ണ പ്രതിസന്ധിയെ തുടർന്നുണ്ടായ 24% വരുന്ന ഭയാനകമായ വിലക്കയറ്റം എല്ലാം സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചു. രാജ്യം രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലും സാമ്പത്തിക മാന്ദ്യത്തിലും തളർന്നു നിന്ന കാലം. അന്ന് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനങ്ങളിലൊന്നായിരുന്ന കേരളം ഒരു വലിയ വഴിത്തിരിവിലായിരുന്നു. വരുമാനം കുറവാണെങ്കിലും സാമൂഹിക മാറ്റത്തിന് കൊതിച്ചിരുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ഭരണകൂടത്തിന്റെ സഹായങ്ങൾ പരിമിതമായിരുന്ന സാഹചര്യം. ഇത്തരം ഒരു സർവതല പ്രതിസന്ധിയുടെ കനലുകൾക്കിടയിലേക്കാണ് കെസ് അതിന്റെ ആദ്യ ചുവടുകൾ വയ്ക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന പ്രഖ്യാപനമായിരുന്നു ആ തുടക്കം. ആയിരത്തി 1974 ചാവറ പിതാവിൻ്റെ പാത പിന്തുടർന്ന പുണ്യശ്ലോകനായ ദൈവദാസൻ കനീസിയൂസച്ചൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദർശനം സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് മനുഷ്യർക്ക് ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെ സംഘടിത സാമൂഹ്യ പ്രവർത്തനമായി തുടങ്ങുവാനുള്ള ഒരു രൂപരേഖയുമായാണ്, ഒരു ദൗത്യമായാണ്, തപസ്യയായാണ് കുര്യാക്കോസ് ഏലിയാസ് സർവീസ് സൊസൈറ്റി തുടങ്ങുന്നത്. സാംസ്കാരിക നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 1974 തുടക്കം കുറിച്ചത് വെറും ഒരു ജീവകാരുണ്യ പ്രവർത്തനം മാത്രമായിരുന്നില്ല. അത് ചാവറയച്ചന്റെ വിശ്വമാനവിക ദർശനങ്ങൾ പിന്തുടർന്ന് ജനമനസ്സുകളെ തൊട്ടെറിഞ്ഞ് നിലകൊള്ളുക എന്ന ലക്ഷ്യമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ജലസേചന പദ്ധതികളും അഗതികൾക്കുള്ള ഭവന നിർമ്മാണവും ഈ വലിയ യാത്രയുടെ ആദ്യ ചുവടുവെപ്പുകളായിരുന്നു. 93 ഞാൻ നാളെ തെങ്ങ് കയറാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുറേ ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വേറെ സ്ഥലം മേടിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ പെര പണിതു. ഇപ്പോൾ മോളുടെ കല്യാണം കഴിഞ്ഞു, കടബാധ്യത വന്നപ്പോൾ വീട് വെക്കേണ്ടി വന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വീടിൻ്റെ സഹായം വേണം എന്ന് പറഞ്ഞ അച്ഛനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കാനുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അച്ഛനായിട്ട് അവിടെ നിന്നുള്ള ഒരു ജോലിക്ക് പോയില്ലാത്തതുകൊണ്ട് വരുമാനം കൊണ്ടുള്ള ജീവിതം. ഇവിടെ പാവപ്പെട്ടവരെ സഹായിക്കാനും അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പലർക്കും വീടുകളൊക്കെ പണിത് കൊടുക്കാനായിട്ട് അവസരത്തിൽ സാധിച്ചു. പിന്നെ ഒത്തിരി പേരെ പാവപ്പെട്ടവരെയും ചുറ്റുമുള്ള ഒത്തിരി പേരെ സാമ്പത്തികമായിട്ടും പല വിധത്തിലൊക്കെ ജോലി കൊടുത്തൊക്കെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സുമനസ്സുകൾ എവിടെ ഒന്നു ചേർന്നുവോ, രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി, മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് എവിടെ ഒത്തുചേരുന്നോ, എവിടെ മനുഷ്യനെ ശ്രവിക്കുന്നുവോ, എവിടെ മനുഷ്യ ഹൃദയങ്ങളെ തൊടാനായിട്ടുള്ള ശ്രമം നടക്കുന്നുവോ, അവിടെയൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, അവിടെയൊക്കെ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നു. ആ ഒരു വലിയ പ്രസ്ഥാനമാണ് കെസ് എന്നുള്ളത്. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ വളർച്ച അവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിലാണെന്ന് കെസ് വിശ്വസിച്ചു. അതിനായുള്ള പദ്ധതികൾക്ക് രൂപം നൽകി. വീഗാർഡുമായി ഉടലെടുത്തത് കേവലം ഒരു കൂട്ടുകെട്ടല്ല, മറിച്ച് കൂടുതൽ സമത്വസുന്ദരവും ഐശ്വര്യപൂർണവുമായ കേരളത്തിനായി പങ്കുവച്ച ദർശനമാണ്. വീഗാർഡ് കരുത്തായി ഒപ്പം നിന്നപ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തതയിലേക്കുള്ള മാർഗം കൂടുതൽ എളുപ്പമായി. സ്റ്റെബിലൈസർ യൂണിറ്റുകൾ അസംബിൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ തൊഴിൽ നൈപുണ്യത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് അവർക്ക് വഴികാട്ടാൻ കെസ്സിന് സാധിച്ചു. ഈ വലിയ മാറ്റത്തിന് കെസ്സിനൊപ്പം നിന്ന വീഗാർഡ് സ്ഥാപകൻ ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പിള്ളിയെ കെസ്സിന്റെ 50ാം വാർഷികാഘോഷവേളയിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അമലയുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കെസ് ഏറ്റെടുത്തതോടുകൂടി തന്നെ
അവിടെയുള്ള ജോലിക്കാർക്ക്, പ്രത്യേകിച്ച് ഹൗസ് കീപ്പിങ്ങിലുള്ള ജോലിക്കാരെ ഇവർ കുറച്ചും കൂടിയും ഒരു മൂല്യാധിഷ്ഠിതമായ രീതിയിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും വെറും ഒരു ജോലി എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സമൂഹത്തിന് ചെയ്യുന്നൊരു വലിയ സേവനമാക്കി മാറ്റുന്ന രീതിയിലേക്ക് അവിടെ ഉള്ള ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ഒരുക്കാനായിട്ട് കെസിൻ്റെ അധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് കെസ് കെയർ വന്നതിന് ശേഷം ഇവിടെ ജോലികൾ മുന്നോട്ട് പോകുന്നത്. കെസ് കെയറിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് തന്നിട്ടുണ്ട്. കുടുംബപരമായ കാര്യങ്ങളിലായാലും കെസ് കെയർ നല്ല രീതിയിൽ ഇടപെടാറുണ്ട്. ഞങ്ങളിപ്പോൾ ശരിക്കും ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെസ് കെയറിൻ്റെ കീഴിൽ വളരെ നല്ലൊരു സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത്. സ്വസ്ഥമായൊരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. കെസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു 5 ജീവനക്കാരോളം ഇപ്പോൾ ഉണ്ട്. പാക്കിങ്ങിലും എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ളവരായിരുന്നു. അതുകൊണ്ട് നമുക്കത് എല്ലാം കൊണ്ടും വളരെ ഗുണം കിട്ടി. സ്റ്റെബിലൈസിൻ്റെ വർക്കിൽ എനിക്ക് പാക്കിംഗ് ആയിരുന്നു. അതിന് കുറേശ്ശെ അറിയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളത് പഠിച്ചു. വീഗാർഡ് യൂണിറ്റിലാണ് ജോലി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ആഗസ്റ്റ് മാസം ഇവിടെ തുടങ്ങി, 23-ന് തുടങ്ങി. അപ്പോൾ ഇവിടേക്ക് ജോലിക്ക് കയറി. കെസിലായിരിക്കുമ്പോൾ ഇവിടെയും കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റാഫുകൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവൻ്റെ വീടൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ സന്തോഷം തോന്നി. എപ്പോഴും ഹാപ്പിയാണ്. ഈ എല്ലാ പ്രൊജക്റ്റുകളിലും നമ്മൾ കെസിൽ നിന്നൊരു വ്യത്യസ്തമായി നിൽക്കുന്നത് അവരുടെ ജോലി നോക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കെസ് കുടുംബത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് കെസിൻ്റെ ഒരു ലക്ഷ്യം. അവരുടെ കൂടെ ഒപ്പം നിന്ന് അവരുടെ ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും നമ്മൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതാണ് കെസിൻ്റെ ഒരു മുഖമുദ്ര. കരുണയുടെ മറ്റൊരു കിരണമായി കെസ് തുടങ്ങിയ നഴ്സറികൾ അഥവാ കൃഷകൾ വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കമിട്ടു. നൂറുകണക്കിന് അമ്മമാർക്ക് തങ്ങളുടെ പൊന്നോമനകളെക്കുറിച്ച് ആവലാതിപ്പെടാതെ ജോലിക്ക് പോകാൻ ഈ പദ്ധതി സഹായകമായി. 1998 അയൽക്കൂട്ടങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ട് കെസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കി. ഇന്ന് 12,000-ലേറെ സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ തൊഴിൽ കണ്ടെത്തുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുകയും ചെയ്തിരിക്കുന്നു. പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെയും ഇതിൻ്റെയൊക്കെ ശേഷം കുടുംബങ്ങളിൽ പിന്നീട് നമ്മൾ കണ്ടത് കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും വഴക്കുകളും പിണക്കങ്ങളുമൊക്കെയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കെസ് ജനങ്ങളുമായി സഹകരിച്ച് കൗൺസിലിംഗ് സെൻ്ററുകളും പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. 2013 മുതൽ കെസ്സുമായി ബന്ധപ്പെട്ട് കെസ് SPC പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കുള്ള ആശ്വാസനിധി പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായവും അർഹരായ സ്ത്രീകൾക്ക് വാങ്ങി നൽകുന്നതിന് കെസിന് അങ്ങേയറ്റം സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പോലീസ് ഓഫീസർമാർ മുതൽ താഴോട്ടുള്ള വിവിധങ്ങളായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിയമ അവബോധ ക്ലാസുകളും കെസ് SPCയുടെ ഭാഗമായി നമ്മൾ ചെയ്തു പോരുന്നു. കാവൽ പ്ലസ് എന്ന പ്രോജക്റ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും തൃശ്ശൂരും പരിസരങ്ങളിലുമുള്ള വിദ്യാർത്ഥികളെ അവരുടെ പ്രശ്നങ്ങളിൽ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനുമുള്ള പ്രവർത്തനത്തിൽ കേരള ഗവൺമെൻറ്റിനോടൊപ്പം പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റവാളികളെ വെറുക്കുന്നതിനു പകരം കുറ്റകൃത്യങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നു കെസ് തുടങ്ങിവെച്ച ജയിൽ മിനിസ്ട്രിയുടെ അടിസ്ഥാനം. ജയിൽ തടവുകാരിൽ പ്രത്യാശയും ആശ്വാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ലാത്തൂർ ഭൂകമ്പത്തിൻ്റെ സമയത്ത് അവിടെ ഒരു വില്ലേജ് കെസിൻ്റെ നേതൃത്വത്തിലാണ് ദത്തെടുത്ത് CMI സഭയ്ക്ക് വേണ്ടി ദേവമാത പ്രവിശ്യയ്ക്ക് വേണ്ടി 200ഓളം വീടുകൾ പണിതു കൊടുക്കുകയും അവിടെ സോഷ്യലൈസേഷനും ഫാമിലികളെയൊക്കെ സെറ്റാക്കുകയും ചെയ്യുന്നതിലൊക്കെ ഇടപെടുവാനൊക്കെ സാധിച്ചത്. പ്രകൃതി മനുഷ്യനോട് പരുഷമായി ഇടപെട്ടപ്പോഴെല്ലാം കെസിന്റെ കൈത്താങ്ങ് അശരണർക്ക് ആശ്വാസമായി. 1993 ലാത്തൂർ ഭൂമികുലുക്കത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട 150ഓളം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വീടുകൾ പണിതുകൊടുത്ത് പുനരധിവസിപ്പിച്ചുകൊണ്ട് കാലത്തിന് മാറ്റിവെക്കാൻ കഴിയാത്ത വിധം കെസ് അതിന്റെ മുദ്ര പതിപ്പിച്ചു. ലാത്തൂർ പ്രോജക്റ്റിൻ്റെ ഇനാഗുറേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹ റാവുവാണ് നടത്തിയത്. അതിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. അതെനിക്ക് ഒരു പ്രത്യേക അവാർഡ് അവർ തരികയും ചെയ്തു. 2001 ഗുജറാത്ത് ഭൂകമ്പമുണ്ടായപ്പോൾ കെസിന്റെ പ്രവർത്തകർ അവിടെയും സജീവമായിരുന്നു. 2004
അപ്രതീക്ഷിതമായ സുനാമി ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ തകർത്തപ്പോൾ തൃശൂർ അതിരൂപതയുടെയും ദേവമാതാ CMI പ്രൊവിൻസിന്റെയും പിന്തുണയോടെ കീഴ്മീടാലം സുനാമി പുനരധിവാസ പദ്ധതി കെസ് പൂർത്തിയാക്കി. അന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വിജയകരമായ പുനരധിവാസ പ്രൊജക്ടുകളിൽ ഒന്നായി ഇത് മാറി. കന്യാകുമാരിയിലാണെങ്കിൽ സുനാമി പ്രോജക്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വെള്ളം കയറി പല ഗ്രാമങ്ങൾ നശിച്ചു. അപ്പോൾ അവിടെ മിഡാടം എന്ന ഗ്രാമം നമ്മൾ ദത്തെടുത്തു. അവിടെ ബോട്ടുകൾ കൊടുത്തു ജനങ്ങൾക്ക്. അതുപോലെ പുസ്തകങ്ങൾ ഇതൊക്കെ അവർ കംപ്ലീറ്റ് നശിച്ചു പോയത്, അങ്ങനെ പാത്രങ്ങൾ ഇതെല്ലാം കൊടുത്തു. അതുകൂടാതെ 39 വീട് പണിത് കൊടുത്തു. പ്രത്യേക രീതിയിൽ പ്രത്യേക ഇതാക്കിയായിട്ട് നല്ല വീട് പണിത് കൊടുത്തു. വീട് വെറുതെ ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അവർക്ക് അവിടെ ജീവിക്കാനായിട്ടുള്ള ഫർദറായിട്ട് ജീവിച്ചു പോകാനായിട്ടുള്ള അതിൻ്റെ റീഹാബിലിറ്റേഷൻ ഇതും പിന്നെ അവർക്ക് ജോലിക്ക് ഉണ്ടായിട്ടുള്ള പരിപാടികൾ അങ്ങനെ പലതും അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇന്റർവെൻഷനാണ് നമുക്കറിയാലോ, നമ്മളുടെ കോവിഡിന്റെ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ PPE കിറ്റും അതുപോലെ തന്നെ മാസ്കിനൊക്കെ വലിയ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന സമയങ്ങളിൽ അതിൻ്റെ ഇന്റർവെൻഷനൊക്കെ കെസ് എടുത്തിരുന്നു. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ കുടിവെള്ളത്തിനായി കെസ് നടത്തിയ പോരാട്ടമായിരുന്നു ജലനിധി പ്രൊജക്ട്. കേരള സർക്കാരിന് വേണ്ടി കെസ് ഏറ്റെടുത്ത ഈ ദൗത്യം വേണ്ടത്ര ആസൂത്രണങ്ങളോടെയും മുന്നൊരുക്കങ്ങളോടെയുമാണ് ആരംഭിച്ചത്. 2012 ഫെബ്രുവരിയിൽ തുടക്കം കുറിച്ച ഈ പദ്ധതിയിലൂടെ 3749 കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് ശുദ്ധജലമെത്തിക്കാൻ കെസ്സിന് സാധിച്ചു. കിലോമീറ്ററുകളോളം വെള്ളത്തിനായി നടന്നിരുന്ന ഒരു ജനതയ്ക്ക് ജലനിധി വലിയൊരു ആശ്വാസമായി മാറി. ഒരിക്കൽ നടത്തറ പഞ്ചായത്തിൽ ജലനിധി നടപ്പിലാക്കിയ സമയത്ത് ഒരു വലിയ ഉയരമുള്ള കുന്നിൻ്റെ മുകളിൽ ജലമെത്തിച്ച് അവിടെ ആ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് ഏതാനും അമ്മച്ചിമാർ എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അവർ പറയുകയായിരുന്നു, അച്ചോ 2 കിലോമീറ്ററുകളോളം ഞാൻ എത്രയോ വർഷങ്ങളായി വെള്ളം ചുമന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോകുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എൻ്റെ മുറ്റത്ത് വെള്ളം വരും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അച്ചോ ഇത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് വിഷരഹിത ഭക്ഷണം അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് കെസ് കാർഷിക മേളകൾക്ക് തുടക്കമിട്ടത്. സ്വന്തമായി ഭൂമിയുള്ളവരെയെല്ലാം കൃഷിയിലേക്ക് മടങ്ങാൻ കെസ് പ്രോത്സാഹിപ്പിച്ചു. 28 വർഷമായിട്ട് കൃഷി ചെയ്യണ്ടായിരുന്നില്ല. കൃഷിയില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൃഷിഭൂമി ആകെ നശിച്ച് എടുക്കായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ 10 പുരുഷ സംഘക്കാർ ഇവിടുത്തെ വീട്ടിലത്തെ കുടുംബനാഥന്മാരെല്ലാവരും കൂടി ഷെയർ ചെയ്ത് അച്ഛന്മാരോട് പോയി പറഞ്ഞ് ഇത് ഒരു 6 വർഷം മുമ്പ് ഞങ്ങൾ പാട്ടത്തിന് അച്ഛൻ്റെ നേതൃത്വത്തിൽ, അന്ന് വാഴക്കാലച്ഛനായിരുന്നു, തോമസ് വാഴക്കാലച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പോൾ ജിൻഡോ ചെറിയത്തച്ഛൻ്റെ കയ്യിലാണ് ഇപ്പോൾ നോക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളത് നടത്തി 6 കൊല്ലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെസ്സിൻ്റെ ഒരു നല്ലൊരു ഇടപെടൽ ഉള്ള കാരണമാണ് ഈ ഇവിടെ നാട്ടുകാർക്ക് നല്ല ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. കെസ് കാലെടുത്തു വെച്ച പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് HIV ബാധിതരായവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സാമൂഹ്യപരമായ അവരുടെ റീഹാബിലിറ്റേഷൻ ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ. ഏതാണ്ട് 10 കൊല്ലത്തോളം ആ മേഖലയിൽ കെസ് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ തെറ്റായ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോംബെയിൽ നിന്ന് കിട്ടിയൊരു അസുഖമുണ്ട്. ആ കെസ് ഭവനിൽ ഞാൻ അങ്ങനെ പോയപ്പോൾ അവിടെ കണ്ട് അത്ഭുതകരമായ പല പ്രവൃത്തികളും കണ്ടു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് അവരെല്ലാം തുറന്നു വെച്ചിട്ടുള്ള 4 ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാർ, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം, ഈ 4 ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഈ HIV അനുബാധിതർ മൊത്തം അവിടെ വന്നിട്ട് അവർക്ക് എല്ലാ ക്ലാസ്സുകളും കൊടുക്കുക. അതിൽ നിന്നാണ് എൻ്റെ ജീവിതം ഞാൻ പഠിച്ചു വരുന്നത്. ഇന്ത്യയിലെ, ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ സമ്പൂർണ്ണ HIV സാക്ഷരത ജില്ല എന്നുള്ളത് പാലക്കാട് ജില്ലയാണ്. അത് കെസ്സിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇന്നിപ്പോൾ ഞാൻ ഒരു 2000 പേരെ തൃശ്ശൂർ ടൗണിൽ കൂട്ടാൻ എനിക്ക് കഴിവുണ്ട്. അത് എനിക്ക് കിട്ടിയത് കെസ്സിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയും എൻ്റെ വീട്ടിലേക്ക് വരാം. കുറേ ആൾക്കാർ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കും, അതുവരെ വരുന്നുണ്ട്. കാരണം അവർ അവിടെ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മളെ സന്തോഷം കാണുമ്പോൾ നമ്മളതിൽ പങ്കുവെക്കുമ്പോൾ
അതൊക്കെ ഇവിടുന്ന് കിട്ടിയൊരു അനുഭവം തന്നെയാണ്. നമ്മൾ അവരെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ മറ്റ് രോഗാവസ്ഥയിലുള്ളവർ, അത് ക്യാൻസർ ആകട്ടെ, കിഡ്നി ആകട്ടെ, മാനസിക പ്രശ്നങ്ങളിലാകട്ടെ, ഇങ്ങനെയുള്ളവർക്കും വേണ്ടി കെസ് പ്രവർത്തിച്ചിരുന്നു. ഇത് ഞങ്ങൾക്ക് വളരെ ഒരു ആശ്വാസമാണ്. എനിക്ക് 71 വയസ്സ് പ്രായമുണ്ട്. വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ നടക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇവരെ താങ്ങും തണലുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റൊരു മാർഗ്ഗമില്ല. നമ്മൾ താങ്ങി നടത്തണല്ലോ, ഇവരെ നോക്കണം. എന്തൊരാവശ്യമെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ പറയും ചെയ്തു തരാൻ പറയും. നിരസിക്കില്ല. എനിക്ക് 2 കണ്ണ് ഓപ്പറേഷനായി. അപ്പോൾ എനിക്കൊരു കണ്ണാട വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഈ കണ്ണാട. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു കണ്ണാട. അപ്പോൾ അച്ഛൻ കാറിൽ വന്നിരുന്നു ജീപ്പിൽ. ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒന്നും വേണ്ട, പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വന്നു. എനിക്ക് മാത്രമല്ല, ഇവിടെ അംഗീകരിക്കപ്പെട്ട കുറച്ച് കുടുംബങ്ങളുണ്ട്, എല്ലാവർക്കും ചെയ്യാണ്. ഓരോ കൈകളിലും ഓരോ കരുത്തുണ്ട്, ഓരോ മനസ്സിലും ഓരോ സ്വപ്നവും. ആ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനാണ് കെസ് തൊഴിലധിഷ്ഠിത പരിശീലന പദ്ധതികൾക്ക് രൂപം നൽകിയത്. പിന്നെ ഇവിടെ നമ്മൾ കെസ് പലപ്പോഴും ഇവിടെ കുട്ടികളെ ട്രെയിനിങ് ചെയ്ത് അവരെ പലതരത്തിലുള്ള തൊഴിൽ പഠിപ്പിച്ച് ജോലിയിലാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഞാൻ അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ചോദിച്ചു. പക്ഷേ എമൗണ്ട് ഒക്കെ കൂടുതലായതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കേസിൽ ഇങ്ങനെ കോഴ്സ് ഉണ്ട്, ഫ്രീ കോഴ്സാന്ന് പറഞ്ഞൊന്ന് ഇവിടെ അന്വേഷിച്ചു. ഇവിടെ നിന്നപ്പോൾ നമുക്ക് അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ 2000 രൂപ. അത് ഞാൻ എക്സാം ഫീസ് എക്സ്ട്രാ ക്യാഷുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ ഉള്ള എൻവയോൺമെൻ്റ് ആണെങ്കിലും ഹോസ്റ്റൽ ഫീസുകളും അതിൽ ഫുഡെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ പറ്റുന്നൊരു തുക മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിലേക്ക് പഠിച്ചു പോകാനും ക്ലാസ്സുകൾ അതേപോലെ നല്ല രീതിക്ക് എടുക്കുന്നുമുണ്ട്. കേവലം ഒരു സർട്ടിഫിക്കറ്റിനപ്പുറം സ്വന്തം അധ്വാനത്തിൽ അഭിമാനിക്കാനുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾ പകരുന്നത്. അവരുടെ പഠനത്തോടൊപ്പം തന്നെ പ്രൊഫഷണൽ ലോകത്ത് മികവ് നേടാനും കരിയറിൽ കൃത്യമായ ഒരു ദിശാബോധം കണ്ടെത്തുന്നതിനും അവരെ സഹായിക്കുന്നു. വരും തലമുറയെ സംരക്ഷിക്കുന്ന നല്ല സാമൂഹിക പ്രവർത്തനമായിട്ട് മാറുന്നു. അങ്ങനെ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പോക്കറ്റിൽ കാശെടുത്ത് ഫുഡ് അടിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ വരും. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുടെ സേവന സന്നദ്ധരായിട്ട് പ്രവർത്തിക്കാൻ കെസിലെ ഈ അറിവ് നിങ്ങൾക്ക് സഹായിക്കട്ടെ. How may I serve you? പ്യൂബിൾ എന്ന ഫൗണ്ടേഷനാണ് അവിടെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്യൂബിൾ എന്ന് പറഞ്ഞ ആൾ ഒരു ഇൻഡസ്ട്രി നടത്തിയിരുന്ന ആളാണ്. അതെല്ലാം വിറ്റ് അതിൻ്റെ എല്ലാം ഫണ്ടാക്കി ഗവൺമെൻറ് സഹായത്തോടുകൂടി നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം പ്രോജക്റ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1974 തൃശൂരിന്റെ മണ്ണിൽ വിതച്ച ആ കാരുണ്യത്തിന്റെ വിത്ത് ഇന്ന് ഇന്ത്യയൊട്ടാകെ പടർന്നു പന്തലിച്ചിരിക്കുന്നു. അനേകം പദ്ധതികളിലൂടെ കെസ് അനേകായിരങ്ങൾക്ക് തൃശ്ശൂരും കേരളത്തിലും കേരളത്തിന് പുറത്ത് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും അനേകം ആളുകൾക്ക് അത്താണിയായത്, തൊഴിൽ നൽകിയത്, വീട് നൽകിയത്, വിദ്യാഭ്യാസം നൽകിയത്, ആരോഗ്യം നൽകിയത്. കെസ് എന്ന സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന സേവന മനോഭാവത്തിന് ലഭിച്ച ഏറ്റവും വലിയ ആദരവായിരുന്നു 1981 വത്തിക്കാനിൽ നിന്നും പരിശുദ്ധ മാർപ്പാപ്പ നൽകിയ സാക്ഷ്യപത്രം. പതിറ്റാണ്ടുകളായി ഈ പ്രസ്ഥാനം നടത്തിവരുന്ന നിസ്തുലമായ സേവനങ്ങളുടെ ആഗോള അംഗീകാരമായി ഇതിനെ കാണാം. തുടർന്ന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കെസിനെ തേടിയെത്തി. ഇവയെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നിശ്ചയദാർഢ്യത്തിനും ലഭിച്ച ഉജ്ജ്വലമായ സാക്ഷ്യപത്രങ്ങളാണ്. ഇന്ന് തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം കെസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആശ്വാസമായി, സമാധാനമായി, സ്വയാശ്രയത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ഒക്കെ അവരോട് ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കാൻ കെസിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. കെസിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും നന്മയായി സ്നേഹമായി പെയ്തുറങ്ങാനുള്ള കെസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സഹോദരിമാർ കെസിനെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകമായും
മർത്ത കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ഓഫീസ് കാര്യങ്ങൾ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുവാനും സഹായിക്കുവാനും എന്നും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. കെസിൻ്റെ ഇൻ്റർനാഷണൽ NGO ആകാനുള്ള പ്രവർത്തനം മഡഗാസ്കർ, കെനിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഉന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 5 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഉന്നമനം എന്ന ലക്ഷ്യത്തിൽ നിന്ന് കെസ് ഒരടി പോലും പിന്നോട്ടു പോകുന്നില്ല. ജലസേചന പദ്ധതികൾ മുതൽ ജയിൽ മിനിസ്ട്രി വരെയും ഭവന നിർമ്മാണം മുതൽ ദുരന്ത നിവാരണം വരെയുള്ള ഓരോ കർമ്മ പദ്ധതിയും ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ പ്രകാശമായി. കാലം മാറാം, ആവശ്യങ്ങൾ മാറാം, പക്ഷേ ഒന്നുറപ്പാണ്, ചാവറയച്ചന്റെ ദർശനങ്ങൾ മുൻനിർത്തി അശരണർക്ക് തണലായി കെസ്സിന്റെ ഈ പ്രയാണം അനവരതം തുടരും.